ഈ കാണുന്നത് മലയാള സിനിമയിൽ തന്നെ തരംഗമയങ്ങുന്ന ഒരു പൂവാണ് ഷാജി പാപ്പിന്റെ നീലക്കൊടുവേലി. അപ്പോൾ ആട് എന്ന സിനിമയിലാണ് ഈ പൂവിന്റെ പേര് തരംഗമായിട്ട് നിന്നത്. ഹിന്ദിയിൽ ഇതിനെ വിളിക്കുന്നത് നീലചിത്രക് എന്നാണ്. അതുപോലെ തന്നെ മലയാളത്തിൽ നീലക്കൊടുവേലി, തമിഴിൽ നീലക്കൊടിവേലി. ഇംഗ്ലീഷിൽ ഇതിന്റെ കോമൺ പേരുകൾ കേപ്പ് ലീഡ്വേർഡ്, ബ്ലൂ പ്ലംബഗോ, പിന്നെ സ്കൈ ഫ്ലവർ എന്നൊക്കെയാണ്. പ്ലംബജിനേസിയ ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ്. അതുപോലെ തന്നെ സയന്റിഫിക് പേര് പ്ലംബഗോ ഔറിക്കുലാട്ട. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല ഭാഗത്തും ഇപ്പോൾ ഇത് കാണുന്ന ഒരു ചെടിയാണ്. പക്ഷേ ഇതിന്റെ ആക്ച്വൽ നേറ്റീവ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. ആട് എന്ന സിനിമയിൽ ഇത് ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു അപൂർവ സസ്യമായിട്ടാണ് ഇതിനെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതുപോലെ ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് ചില മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ചെടിയാണ്. അതായത് ഇതിൻ്റെ അകത്ത് പല സെക്കൻഡറി മെറ്റബോളൈറ്റ്സും അടങ്ങിയിട്ടുണ്ട്. പ്ലംബജിൻ, പാൽമാറ്റിക് ആസിഡ്, ബീറ്റ സ്റ്റെർലൈറ്റ് എന്നിവയൊക്കെ അതിൽപ്പെടും. ഇനി നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്ന് നോക്കാം. ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതായത് നമ്മുടെ ജോയിൻറ്റ് പെയിൻസ് ഒക്കെ കുറയ്ക്കാനും പിന്നെ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. പിന്നെ ഇതൊരു കാർഡിയാക് ടോണിക് ആണ്. അതായത് ഇത് ഹാർട്ട് ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഇത് ആൻറ്റി ഫംഗൽ ആണ്. അതായത് ഫംഗൽ ഇൻഫെക്ഷൻസ് ഫൈറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സ്കിൻ ഹീലിംഗ് ഉണ്ട്. അതായത് അരുമ്പാറ, പിന്നെ മുറിവുകൾ എന്നിവയൊക്കെ എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കും. ആയുർവേദത്തിൽ ഇതിന് പനി, പല്ലുവേദന, തലവേദന, പിന്നെ മേലുവേദന എന്നിവയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണെന്നാണ് എനിക്ക് നെറ്റിൽ നിന്ന് കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ. പിന്നെ ഇതിൻ്റെ റൂട്ട് പൗഡർ കരിമ്പനി ഹീൽ ചെയ്യാനും അതുപോലെ തന്നെ പലതരം മുറിവുകളൊക്കെ ഉണക്കാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇൻഫർമേഷൻ. ഇതൊരു 6 മീറ്റർ വരെയും ഉയരം വയ്ക്കുന്ന ഒരു ഷ്രബാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോസി ഗ്രീൻ ഇലകളാണ് ഇതിനുള്ളത്. പിന്നെ പൂക്കളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ബ്ലൂവിലുണ്ട്, പിന്നെ വയലറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ഫ്ലവേഴ്സും ഉള്ള ചെടികളുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ ഫുൾ സൺലൈറ്റിലോ അതുപോലെ പാർഷ്യൽ ഷെയ്ഡിലോ ഒക്കെ ഇത് വളരും. അതുപോലെ തന്നെ വെൽ ഡ്രെയിൻഡ് ഫെർട്ടൈൽ സോയിലാണ് ഇതിന് വേണ്ടത്. വെള്ളം പിന്നെ അധികം ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ബയോഡൈവേഴ്സിറ്റി സപ്പോർട്ട് ചെയ്യണ ഒന്നാണ്. എല്ലാ പൂക്കളെയും പോലെ തന്നെ. അതുപോലെ തന്നെ പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യും. അതായത് ബട്ടർഫ്ലൈസ്, ബീസ് എന്നിവയൊക്കെ അട്രാക്ട് ചെയ്യും. വളരെ പണ്ടുകാലം മുതലേ ലെഡ് പോയിസണിങ്ങിന് എതിരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണിത്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസും ഉണ്ട്. അപ്പോൾ ആട് മൂവിയിൽ പറയുന്ന മാതിരി ഇത് ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു ചെടിയാണെന്നുള്ള വിശ്വാസമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. പിന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ്. പിന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സും ഇതൊരു നല്ല ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവേഴ്സും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഫുൾ ഇയറും ഇതിന് പല ടൈമായിട്ട് ഇതിൻ്റെ അകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇത് മെഡിസിനൽ പ്ലാന്റ് ആണെങ്കിലും ഇത് ഡയറക്റ്റ്ലി കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഇത് മൈൽഡ്ലി ടോക്സിക് ആണ്. ഇതിലുള്ള പ്ലംബജിൻ എന്ന് പറഞ്ഞ കോമ്പണന്റ് കാരണം ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ സാപ്പൊക്കെ കയ്യിൽ വീണിട്ടുണ്ടെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻസ് വരാം. അതുപോലെ തന്നെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറുവേദനയും വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അതായത് കുട്ടികൾക്കും പെറ്റ്സിനും ഒന്നും പറിച്ചു കൊടുക്കാൻ പറ്റുന്ന പൂവോ ചെടിയോ ഒന്നും അല്ല ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ്